സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം. മുള്ളും പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. ആദാമിന് ദൈവം കൊടുക്കുന്നതായ ഒരു ശാപമാണ് ഈ ഒരു വാക്യത്തിൽ വായിച്ചത്. അതിൻ്റെ 17-ാം വാക്യത്തിലാണ് ശാപത്തിൻ്റെ മനുഷ്യനോട് കൊടുക്കുന്ന ശാപത്തിൻ്റെ ആരംഭമായി, പുരുഷനോട് കൊടുക്കുന്ന ശാപത്തിൻ്റെ ആരംഭമായി ദൈവം തുടങ്ങുന്നത്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. ശാപത്തിന് കാരണമായി വരുന്നത് മനുഷ്യനാണ് എങ്കിലും ഇവിടെ ശാപം കൊടുക്കുന്നത് ദൈവം തന്നെയാണ്. ദൈവം നേരിട്ട് മനുഷ്യനെ ശപിക്കുന്നു. നീ അധിവസിക്കുന്ന ഭൂമി, നീ അധ്വാനിക്കുന്ന ഭൂമി ഇനിമേൽ അതിൻ്റെ ആ ഫലം നിനക്ക് തരത്തില്ല. മറിച്ച് നീ എന്തവിടെ കൃഷി ചെയ്യുന്നു, ആ കൃഷിയിൽ നിന്നുള്ള ഫലമല്ല നിനക്ക് കിട്ടുക. അതിന് പകരം അവിടെ മുള്ളും പറക്കാരിയും മുളയ്ക്കും. നീ ചെയ്യുന്നതിനനുസരിച്ച്, നിൻ്റെ അധ്വാനത്തിനനുസരിച്ചുള്ളതായ ഫലം നിനക്കിനി അതിൽ നിന്നും ഉണ്ടാകുകയില്ല. കാരണക്കാരനും മനുഷ്യനാണ്. ഇവിടെ ശാപം കൊടുക്കുന്നത് ദൈവമാണ്. ദൈവം നേരിട്ട് തന്നെ ശപിക്കുകയാണ്. ആ ഒരു ശാപം ആദാമിലൂടെ ഭൂമിയിലേക്ക്, സകല മനുഷ്യവർഗത്തിലേക്കും നീണ്ടു വന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ശപിക്കപ്പെട്ടത് ഭൂമിയാണ്. ആ ഭൂമിയിൽ വസിക്കുന്നവരൊക്കെയും ആ ഭൂമിയുമായിട്ടുള്ളതായ ബന്ധത്തിൽ ആ ശാപം അവർക്ക് വേണ്ട എന്ന് വരികിലും, ആ ശാപത്തിന് എത്ര ഓടിപ്പോകാമെന്ന് തീരുമാനിച്ചാലും ആ ശാപം അവരുടെ മേലും അവകാശമായി നിലനിൽക്കുന്നു. കാരണം ശാപം കിട്ടിയത് ഭൂമിക്കാണ്. ശാപത്തിന് കാരണക്കാരൻ ആദാമാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ആ അധ്യായം ആരംഭത്തിൽ തന്നെ പറയുകയാണ്, ഈ ദേശത്തൊരു ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായതുകൊണ്ട് ഇസഹാക്ക് ദേശം വിട്ടുപോകുവാൻ തീരുമാനിച്ച് യാത്രയായി. എന്നാൽ ദൈവം അവന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, പോകരുത്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വാക്ക് കേട്ടതായ ഇസഹാക്ക് ദൈവത്തെ അനുസരിക്കുവാൻ തീരുമാനിച്ചതുകൊണ്ട് ആ ദേശത്ത് അവൻ ചെയ്ത അധ്വാനത്തിൻ്റെ ഫലം 100 മേനിയായി അവന് കിട്ടി. എന്ന് പറയുമ്പോൾ ആദാമിൽ കൂടെ കിട്ടിയതായ ശാപം ഇസഹാക്കിൽ ഫലിക്കുന്നില്ല എന്ന്, മാറി നിൽക്കുന്നു എന്ന് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് മാത്രം ആ ശാപം മാറി നിന്നു എങ്കിൽ, ദൈവത്തിന് കീഴ്പ്പെട്ടതുകൊണ്ട് മാത്രം ആ ശാപം നീങ്ങി നിന്നു എങ്കിൽ, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം ആ ശാപം നീങ്ങി നിന്നു എങ്കിൽ, പുതിയ നിയമം അബ്രഹാമിനെക്കുറിച്ച് പറഞ്ഞത് അവൻ കാണാത്ത ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ. അങ്ങനെയെങ്കിൽ ഇസഹാക്കും ഒരശരീരി മാത്രമേ കേട്ടുള്ളൂ. ഇതെവിടെ നിന്ന് വന്നു, എൻ്റെ തോന്നലാണോ, അല്ല എങ്കിൽ എൻ്റെ വികാരവിക്ഷോഭത്തിലുണ്ടായതാണോ എന്ന് ചിന്തിക്കാതെ സാക്ഷാൽ ദൈവം തന്നെയാണ് പറഞ്ഞത് എന്നും, ഈ ക്ഷാമകാലത്തും ക്ഷേമമോടെ അവനെന്നെ പോറ്റുമെന്നും അവനെ അമിതമായി കടന്നു വിശ്വസിക്കിയാൽ ആ ഒരു കാലത്തും അവൻ ചെയ്ത അധ്വാനത്തിൻ്റെ ഫലം, അന്നത്തെ ഏറ്റവും വലിയ അധ്വാന ജോലി എന്ന് പറയുന്ന കൃഷിയും മറ്റൊന്ന് ആടുമേയ്ക്കലുമാണ്. അവൻ ചെയ്ത അധ്വാനത്തിൻ്റെ ഫലം 100 മേനിയായി അവന് തിരിച്ചു കിട്ടിയെങ്കിൽ, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ ചെയ്തതിൻ്റെ ഫലമൊക്കെയും 100 മേനിയായി നിൻ്റെ കരത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. പുതിയ നിയമം ആദാമിനെ ഒന്നാമത്തെ ആദാമായും ക്രിസ്തുവിനെ ഒടുക്കത്തെ ആദാമായും വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആദാം ഒന്നാമത്തെ ആദാമായും ക്രിസ്തു ഒടുക്കത്തെ ആദാമായും മാറി? പുതിയ നിയമം പരിശോധിച്ചാൽ അതിലുടനീളം കാണുന്നു, ആദാം വരുത്തി വച്ചതിനൊക്കെയും പരിഹാരം കണ്ടെത്തുന്നത് ക്രിസ്തുവാണ്. ആദാം മൂലം ഭൂമി ശപിക്കപ്പെട്ടു എങ്കിൽ, ആദാമിൻ്റെ അനുസരണക്കേട് മൂലം ഭൂമി ശാപം ഏറ്റുവാങ്ങിയെങ്കിൽ, ആ ശാപം ഭൂമിയിൽ വസിക്കുന്നവരിലൊക്കെയും പടർന്നു എങ്കിൽ, ക്രിസ്തു അതിനെ അവസാനിപ്പിക്കുന്ന ആദാമായി, ഒടുക്കത്തെ ആദാമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
പഴയ നിയമത്തിൽ തന്നെ ആ ശാപം അങ്ങനെ കിടക്കുമ്പോൾ വിശ്വസിക്കുന്നവനിൽ, അനുസരിക്കുന്നവനിൽ ആ ശാപം ഫലിക്കാതെ വരുന്നത് നാം കാണുന്നുവെങ്കിൽ, പുതിയ നിയമത്തിൽ അതിൻ്റെ 1000 മടങ്ങെന്ന് പറയുവാനല്ല, അതിനും എത്രയോ അപ്പുറം അതിനെ പരിഹരിക്കത്തക്ക തരത്തിൽ ക്രിസ്തു ആ ശാപത്തെ തന്നെ നിർത്തലാക്കി. ഇതിനു മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ വിശദമായി തന്നെ പറഞ്ഞതാണ്. ആ ശാപത്തെ തന്നെ നിർത്തലാക്കി ആ ശാപം അനുഗ്രഹമാക്കി മാറ്റി. അത് വിശ്വസിക്കുന്നവരിൽ ഇന്നും നടക്കുക തന്നെ ചെയ്യും. 1-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 3-ാം വാക്യം അവസാന ഭാഗം, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഒരു വിശ്വാസി അവൻ ചെയ്യുന്നതൊക്കെ, ഇംഗ്ലീഷിൽ സാധിക്കുമെന്ന് പറയുന്നതിന് പകരം പ്രോസ്പർ അഥവാ അഭിവൃദ്ധിപ്പെടുമെന്നാണ് വായിക്കുന്നത്. ഒരു വിശ്വാസി എന്തൊക്കെ ചെയ്യുന്നോ അത് അഭിവൃദ്ധിപ്പെടുക തന്നെ ചെയ്യും. പുതിയ നിയമത്തിൽ ക്രിസ്തു ആ ശാപം എടുത്തു മാറ്റി ആദാമിൽ തുടങ്ങിയത് ക്രിസ്തുവിലെത്തിയപ്പോൾ അവസാനിപ്പിച്ചു എങ്കിൽ, ആ ശാപത്തിൻ്റെ ഫലമായി അവൻ തകർക്കപ്പെടുകയും ശാപഗ്രസ്തനായി ക്രൂശിക്കപ്പെടുകയും പരസ്യമായി കൂത്തുകാഴ്ചയാക്കുകയും കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവായി മാറിയത് ഇതൊക്കെയും എടുത്തു മാറ്റിയെന്ന് തെളിയിച്ചുകൊണ്ടാണ്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഇന്നും സകലതും സാധ്യമാണ്. ആ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവന് ഇന്ന് സകലതും സാധ്യമാണ്. ആ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവന് അത് വിജയത്തിൻ്റെ പാതയാണ്. ആ വിജയത്തിൻ്റെ പാതയിലൂടെ മുന്നേറണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പാതയിൽ തന്നെ, ചുവടുകളിൽ തന്നെ നിൻ്റെ ചുവടുകൾ പതിച്ചുകൊണ്ട് നടന്നുകൊള്ളുക. അങ്ങനെ നടക്കുമ്പോൾ ഓർക്കുക, ക്ഷാമകാലമാണ് എങ്കിലും ക്ഷേമത്തോടെ പോറ്റുന്ന ഒരു ദൈവമുണ്ട്. ശാപം എടുത്തു മാറ്റിയവൻ ഭൂമി ഇനി അതിൻ്റെ അനുഭവം തരികയില്ല എന്ന് പറഞ്ഞപ്പോൾ, അനുസരിച്ചവല്ല അനുഭവം തിരികെ കൊടുത്തപ്പോൾ, പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നവരിൽ ആ അനുഗ്രഹം അതുപോലെ തന്നെ തിരികെ കിട്ടുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരിൽ ആ അനുഗ്രഹം തിരികെ കിട്ടുകയാണ്. 1-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, അവൻ ചെയ്യുന്നതൊക്കെയും അഭിവൃദ്ധി പ്രാപിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പൈതലേ, സകല ഇടത്തും ഇടുക്കവും ഞെരുക്കവുമായിക്കൊള്ളട്ടെ, നിൻ്റെ പ്രസ്ഥാനത്തിൽ മാത്രം ആ ഇടുക്കവും ഞെരുക്കവും നിന്നെ ബാധിക്കുകയില്ല. നിന്റെ സ്ഥാപനത്തിൽ മാത്രം ആ ഇടുക്കവും ഞെരുക്കവും ബാധിക്കുകയില്ല. അത് നീ തന്നെ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്, നീ തന്നെ ഒരു പരിഹാരം കാണുന്നുണ്ട്. എന്നാൽ നീ കാണുന്ന പരിഹാരം, മറിച്ച് നീ ക്രിസ്തുവിൽ വിശ്വസിക്കുക. അതിൽ പരിഹരിക്കപ്പെടുവാൻ നിൻ്റെ പക്കൽ ഒരു സോഴ്സുമില്ല. ശ്രദ്ധിക്കുക, നീ പരിഹാരം കണ്ട് ആ പരിഹാരത്തിന് വേണ്ടി ഓരോ സ്റ്റെപ്പും വെച്ച് ആ പരിഹാരം നീ തന്നെ പൂർത്തിയാക്കുമ്പോഴും ഒരു റിസൾട്ടും കാണത്തില്ല. മറ്റു മനുഷ്യർ പറയുന്നത്, കാരണം സകല മനുഷ്യരും അഭിഷക്തരല്ലാതിരിക്കെ, ആ മനുഷ്യരൊക്കെയും അഭിഷേകത്തിൽ നിന്ന് മാറി നിൽക്കെ അവർ തരുന്ന ഉപദേശമനുസരിച്ച് നീ സ്റ്റെപ്പുകൾ വെക്കുകയാണ്. ഉണ്ട് എന്ന് പറയുന്നവർ പോലും ബുദ്ധിയുടെ മാർഗത്തിൽ ഉപദേശം തരുമ്പോൾ അവർ തരുന്ന സ്റ്റെപ്പ് അനുസരിച്ച് നീ മുന്നോട്ട് പോവുകയാണ്. അതൊരിക്കലും വിജയിക്കത്തില്ല. മറിച്ച് ഒരേ ഒരു കാര്യം മാത്രം വിജയിക്കും, ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പരാജയപ്പെടുമ്പോൾ നീ തന്നെ പരിഹാരം കാണുന്നു, പരാജയപ്പെടുമ്പോൾ അതിൻ്റെ കാരണം നീ തന്നെ കണ്ടെത്തുന്നു. എന്നാൽ ഓർക്കുക, ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക, ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുക. ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് എങ്കിൽ നിൻ്റെ ക്ഷാമത്തെ അവൻ ക്ഷേമമായി പോറ്റും. നിൻ്റെ തകർച്ചയെ അവൻ അനുഗ്രഹമാക്കി മാറ്റും. അനുഗ്രഹമാക്കി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, 1-ാം സങ്കീർത്തന പ്രകാരം അത് അഭിവൃദ്ധിപ്പെടുക തന്നെ ചെയ്യും. നീ നിൽക്കുന്നിടം ശൂന്യമായിരുന്നുകൊള്ളട്ടെ, നീ നിൽക്കുന്നിടം ഒന്നുമില്ലാതെ ആയിക്കൊള്ളട്ടെ, നീ നിൽക്കുന്നിടം തകർന്ന് തരിപ്പണമായിക്കൊള്ളട്ടെ, ഇത് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇസഹാക്ക് ചെയ്തതുപോലെ ഞാൻ ഇവിടം വിട്ടു പോകുകയാണ്, ഇത് ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണെന്നിരിക്കട്ടെ, എങ്കിൽ നീ വിജയിക്കുകയില്ല. ജീവിതത്തിൽ ഉടനീളം തുടർന്ന തകർച്ച തന്നെ നിൻ്റെ പുറകെ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഓർക്കുക, ആ തകർച്ചയെ മാറ്റാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ തകർച്ചയെ മാറ്റിയ സർവശക്തനായ ദൈവമുണ്ട്. നിൻ്റെ തകർച്ച അവൻ എന്നോ മാറ്റിയതാണ്. നീ അത് വിശ്വസിച്ച് ഏറ്റെടുക്കാത്തതുകൊണ്ട് മാത്രം, പ്രാർത്ഥിച്ച് അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രം അത് ഇന്നും നിന്നെ പിന്തുടരുന്നതായി നിനക്ക് ബോധ്യമാകുന്നു. അക്ഷരീയമായി അങ്ങനെ സംഭവിക്കുമെങ്കിലും ദൈവം നിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, മകനെ മകളെ, ഞാൻ അതിനെ എടുത്തു മാറ്റിയ ആ തകർച്ച നിന്നോട് തന്നെ ഞാൻ പറഞ്ഞില്ലയോ, നീ ചെയ്യുന്നൊക്കെ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന്. നീ എന്തു ചെയ്താലും അഭിവൃദ്ധി പ്രാപിക്കും. ഒന്ന് തിരിഞ്ഞു നോക്കുക, നീ എന്ത് ചെയ്താലും അഭിവൃദ്ധി അല്ല തകർച്ചയാണ് പ്രാപിക്കുന്നത് എങ്കിൽ
തകർച്ചയാണ് പ്രാപിച്ചത് എങ്കിൽ, നീ ചെയ്തതിൽ നിന്നും ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എങ്കിൽ, അതിനർത്ഥം വിശ്വസിച്ച് ക്രിസ്തുവിനെ നീ ഏറ്റെടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. ഇസഹാക്ക് 100 രൂപ മുടക്കി ഒരു ജോലി ചെയ്തു എങ്കിൽ അവന് കിട്ടിയത് 100ൻ്റെ എത്രയോ ഇരട്ടിയാണ്. കാരണം അവൻ കൊയ്തത് 100 മേനിയാണ്. എങ്കിൽ നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു 100 രൂപ മുടക്കിയെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നില്ല എന്ന് മാത്രവുമല്ല, 100 രൂപയിൽ നിന്ന് വളരെ പുറകിലേക്ക് നിൻ്റെ അവസ്ഥ പോയിട്ടുണ്ട് എങ്കിൽ ഓർക്കുക, നീ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ നിമിഷം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പറയട്ടെ, വിശ്വസിക്കുക, 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 ക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.